നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലേക്കര ടോൾ പ്ലാസയിൽ തദ്ദേശവാസികൾക്ക് അനുവദിച്ചിരുന്ന സൗജന്യ പാസിന്റെ കാലാവധി നീട്ടി. 1 വർഷമാണ് പുതിയ കാലാവധി. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വിലയിൽ കുറവ്. 19 കിലോ സിലിണ്ടറിന് 31 രൂപയാണ് കുറഞ്ഞത്. ഡയാലിസിസ് സൗകര്യങ്ങളില്ലാത്ത വിദൂര ദുർഘട പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ മറ്റത്തൂർ മേഖലാ കൺവെൻഷൻ നടന്നു. AIKS പുതുക്കാട് മണ്ഡലം സെക്രട്ടറി TN മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പാലേക്കര ടോൾ പ്ലാസയിൽ തദ്ദേശവാസികൾക്ക് അനുവദിച്ചിരുന്ന സൗജന്യ പാസിന്റെ കാലാവധി നീട്ടി. 10 കിലോമീറ്റർ ചുറ്റളവിൽ പ്രദേശവാസികളായ വാഹന ഉടമകൾക്ക് നൽകിയിരുന്ന സൗജന്യ ടോൾ പാസിന്റെ കാലാവധിയാണ് 1 വർഷമാക്കിയത്. ജൂൺ 1 മുതൽ പുതുക്കുന്നതോ പുതിയതെടുക്കുന്നതോ ആയ സൗജന്യ പാസുകൾക്കാണ് കാലാവധി നീട്ടി നൽകിയത്. മുൻപ് ഇത് 6 മാസമായിരുന്നു. ജൂൺ 1 മുൻപായി പുതുക്കിയവർ 6 മാസത്തിനുള്ളിൽ വീണ്ടും പുതുക്കണം. തുടർന്ന് പുതുക്കുന്നവർക്ക് 1 വർഷത്തെ കാലാവധി ലഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഓരോ 6 മാസം കൂടുമ്പോഴും വാഹന ഉടമകൾ രേഖകൾ എത്തിച്ച് അടുത്ത 6 മാസത്തേക്ക് പുതുക്കേണ്ട സ്ഥിതിയായിരുന്നു. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വിലയിൽ കുറവ്. 19 കിലോ സിലിണ്ടറിന് 31 രൂപയാണ് കുറഞ്ഞത്. 1655 രൂപയാണ് പുതുക്കിയ വില. ജൂൺ 1 സിലിണ്ടറിന് 70 രൂപ 50 പൈസ കുറഞ്ഞിരുന്നു. 1 മാസം തികയുമ്പോഴാണ് വീണ്ടും വില കുറഞ്ഞത്. ഗാർഹികാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില നിലവിൽ കുറച്ചിട്ടില്ല. ഡയാലിസിസ് സൗകര്യങ്ങളില്ലാത്ത വിദൂര ദുർഘട പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാഹനങ്ങളിൽ സജ്ജമാക്കുന്ന ഡയാലിസിസ് മെഷീനിലൂടെ രോഗികൾക്ക് എത്തപ്പെടാൻ സാധിക്കുന്ന കേന്ദ്രങ്ങളിൽ വെച്ച് ഡയാലിസിസ് നൽകുക എന്നതാണ് മൊബൈൽ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തന രീതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത സംരംഭമായി സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ സജ്ജമാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ VK പ്രശാന്ത് MLA ഉന്നയിച്ച സബ്മിഷനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ പരിഹരിക്കുക, ക്ഷേമാശ്വാസം 6 ഗഡു അനുവദിക്കുക, ക്ഷേമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തോമസ് കാറളത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡേവിസ് വറീദ് മുഖ്യപ്രഭാഷണം നടത്തി. TT ബെന്നി, മോഹൻലാൽ, വർഗീസ് തെക്കേത്തല, ബാബുദാസ്, വേലുക്കുട്ടി, K മല്ലിക, TO ഷേളി, KC ദേവസിക്കുട്ടി, PV സേവ്യർ, വാസുദേവൻ എന്നിവർ സന്നിഹിതരായി. അഖിലേന്ത്യാ കിസാൻ സഭ മറ്റത്തൂർ മേഖലാ കൺവെൻഷൻ നടന്നു. AIKS പുതുക്കാട് മണ്ഡലം സെക്രട്ടറി TN മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ കുഴിക്കാണി പാടശേഖരത്ത് ക്രമവിരുദ്ധമായി തരമാറ്റം നടന്നുവെന്നും അതിനെതിരെ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ മറ്റത്തൂർ കൺവെൻഷൻ പ്രമേയം പാസാക്കി. യോഗത്തിൽ KV രാമദേവൻ അധ്യക്ഷത വഹിച്ചു. AIKS മേഖലാ സെക്രട്ടറിയായി TV ശിവരാമൻ, പ്രസിഡന്റായി KV രാമദേവൻ എന്നിവരെ തിരഞ്ഞെടുത്തു. CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, CPI ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത്, റോയ് കല്ലമ്പി, KG ഷാജി എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് കുറുമാലിപ്പുഴയ്ക്ക് കുറുകെ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കച്ചേരിക്കടവ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം ടെൻഡർ നടപടികളിലേക്ക് കടന്നതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് സാങ്കേതികത ലഭിച്ചതായി MLA അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉൾപ്പെടെ പൂർത്തീകരിച്ച് അപ്രോച്ച് റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കാനാകും. 1,62 ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ജില്ലയിലെ 86 ഗ്രാമപഞ്ചായത്തുകളിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2ാം സ്ഥാനം നേടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പങ്കെടുത്ത ജില്ലാതല മാലിന്യമുക്ത യോഗത്തിൽ
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിൽ നിന്ന് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ല രൂപീകൃതമായിട്ട് ഇത് 75-ാം വർഷം. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്ന അതേ ദിവസമാണ് തൃശൂർ ജില്ലയുടെയും പിറവി. മലപ്പുറം, പാലക്കാട്, എറണാകുളം, ഇടുക്കി എന്നീ 4 ജില്ലകളുമായാണ് തൃശൂർ അതിർത്തി പങ്കിടുന്നത്. ചരിത്രമുറങ്ങുന്ന തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം, പാലയൂർ പള്ളി, ചേരമാൻ പള്ളി എന്നിവയെല്ലാം തൃശൂരിന്റെ പാരമ്പര്യത്തെയും മതസൗഹാർദ്ദത്തെയും വരച്ചു കാട്ടുന്നു. ശക്തൻ തമ്പുരാൻ രൂപകൽപ്പന ചെയ്ത തൃശൂർ നഗരത്തിൽ അരങ്ങേറുന്ന തൃശൂർ പൂരവും പുലിക്കളിയും ബോൺനത്താലിയും എല്ലാം തൃശൂരിന് ലോക ശ്രദ്ധ ആകർഷിക്കാൻ കാരണമായവയാണ്. കേരളത്തിൽ ഏറ്റവും അധികം പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല, സ്വർണ്ണാഭരണ നിർമ്മാണം ഏറ്റവും കൂടുതൽ നടക്കുന്ന ജില്ല, ഏറ്റവും അധികം ആനകൾ പങ്കെടുക്കുന്ന പൂരമായ ആറാട്ടുപുഴ പൂരം നടക്കുന്ന ജില്ല, സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷനുള്ള ജില്ല തുടങ്ങിയ ഖ്യാതി തൃശൂരിന്റെ സ്വന്തം. കേരള കലാമണ്ഡലം, കേരള സാഹിത്യ സംഗീത നാടക ലളിത അക്കാദമി, ആരോഗ്യ സർവകലാശാലകൾ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്കൂൾ ഓഫ് ഡ്രാമ, കില, പോലീസ് ഫയർഫോഴ്സ് അക്കാദമികൾ, ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വിവിധ ഡാമുകൾ തുടങ്ങി എല്ലാ നേട്ടങ്ങൾ കൊണ്ടും സമ്പന്നമാണ് തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ മാളും തൃശൂരാണ്. ആനകൾക്കായി ആദ്യ ആശുപത്രി തുടങ്ങിയ ജില്ലയും ഇന്ത്യൻ കോഫി ഹൗസിന്റെ ആദ്യ ഹോട്ടൽ തുറന്ന ജില്ലയും തൃശൂർ തന്നെ. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്കിൾ റാലിയും രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സൈക്കിൾ റാലി പ്രധാനാധ്യാപിക VA ശ്രീജയ, PTA പ്രസിഡന്റ് PP ആൻഡ്രു എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷനായി. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KK ബിജു ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്നും ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രധാനാധ്യാപിക VA ശ്രീജയ, PTA പ്രസിഡന്റ് PP ആൻഡ്രു, PTA വൈസ് പ്രസിഡന്റ് ഷിജി ഷാജി, ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതി പ്രസിഡന്റ് സലിൽ കുണ്ടനി, OSA പ്രസിഡന്റ് KV പുരുഷോത്തമൻ, അധ്യാപക പ്രതിനിധി A സവിത എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പനഗർ ലയൺസ് ക്ലബ് സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പുതിയ ലയണിസ്റ്റിക് വർഷത്തിന്റെ ആദ്യ ദിവസത്തിന്റെ ഭാഗമായി 8 ഗ്ലോബൽ പ്രോജക്ടുകൾ ചെയ്തു. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിൽ വായനാ കളരിയോടനുബന്ധിച്ച് 1 വർഷത്തെ പത്രവിതരണം നടത്തി. വിഷന്റെ ഭാഗമായി കണ്ണട വിതരണവും ചൈൽഡ്ഹുഡ് ക്യാൻസറിന്റെ ഭാഗമായി ഫുഡ് കിറ്റ് വിതരണവും റിലീവിംഗ് എഗറിന്റെ ഭാഗമായി സ്റ്റീൽ പാത്രങ്ങളും ഫസ്റ്റ് എയ്ഡ് കിറ്റും കറിവേപ്പിലത്തോട്ടം നിർമ്മാണവും നടത്തി. ഡയബറ്റിക്സിന്റെ ഭാഗമായി അളഗപ്പനഗർ ഹെൽത്ത് സെന്ററിൽ ഗ്ലൂക്കോമീറ്റർ വിതരണവും ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ഡോക്ടർ ഉമേഷിനെ ആദരിക്കുകയും ചെയ്തു. ക്ലബ് പ്രസിഡന്റ് അജി മഞ്ഞളി, സെക്രട്ടറി ബിനോയ് സാമുവൽ, ട്രഷറർ റപ്പായി മുട്ടത്ത്, അസിസ്റ്റന്റ് ക്യാബിനറ്റ് സെക്രട്ടറി ബേബിച്ചൻ പൂക്കോടൻ, മുൻ പ്രസിഡന്റ് ബാബു പി മഞ്ഞളി, സെക്രട്ടറി പോൾ പള്ളൻ എന്നിവർ സന്നിഹിതരായി. ഞാൻ ആദ്യം തമാശയാണ് തെറ്റിയതാണ് എന്നറിയാൻ ഒന്നുകൂടി ചോദിച്ചു. സിവിൽ സർവീസ് തന്നെയാണോ നീ ഉദ്ദേശിച്ചത്? അതെ സാർ. നമ്മൾ ഒരാളോട് സഹായം ചോദിച്ചാൽ അത് നൽകുക അദ്ദേഹത്തിന്റെ മഹാമനസ്കതയാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മുടെ ആവശ്യത്തെ നമ്മളെ സഹായിക്കുന്നവരുടെ മഹാമനസ്കതയ്ക്ക് ആദ്യമേ തന്നെ നന്ദി അറിയിക്കട്ടെ. ലയൺസ് ക്ലബിന്റെ വർഷാരംഭം തുടങ്ങുന്ന ദിവസമാണ്. ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പിലയുടെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിക്കുന്ന ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയുള്ള ഈ വർഷം. നമുക്കറിയാം, നമ്മുടെ അച്ഛനും അതുപോലെ സംഘം പറഞ്ഞതുപോലെ വായന വളരെ കുറഞ്ഞ് പോകുന്ന കാലഘട്ടമാണ്. നമ്മൾക്കറിയാം, നമ്മുടെ ഈ ഗ്രാമീണ വായനശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആരെങ്കിലും ഈ വായനശാലകൾ പോകുന്നുണ്ടോ? ആരെങ്കിലും പുസ്തകങ്ങളെടുക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. കാരണം ഞാനൊരു വായനശാല പ്രസിഡന്റ് കൂടിയാണ്. ഞങ്ങളവിടെ ഒരു വിജയകലാസമിതി വായനശാല. 100 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഈ മൊത്തം 5 ഡിസ്ട്രിക്റ്റായിട്ട് തിരിച്ചിട്ട് ആണ് പ്രവർത്തനം നടത്തുന്നത്. അതിൽ 318 എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്. നമ്മുടെ
സ്കൂളിൽ ഇന്ന് മുതൽ വായനാ കളരി ആരംഭിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പഠനവും പ്രചരണവും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പറഞ്ഞു. കേരള സാധുജന സേവന അംബേദ്കർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം കൊടകരയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ. ട്രസ്റ്റ് പ്രസിഡന്റ് പി എ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, ജനറൽ സെക്രട്ടറി സുരേഷ് കുന്നപ്പിള്ളി, ടി ആർ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് വി സി ഉണ്ണികൃഷ്ണൻ, ടി എ വേലായുധൻ, പി കെ വിനയൻ, വിനോദ് കുറുമാതി, പി സി കുമാരൻ, എം കെ ചന്ദ്രൻ, പി ആർ ശിവദാസൻ, ജഗജീവൻ, തിലകൻ കുന്നുമേൽ, സുനിൽ എന്നിവർ പ്രസംഗിച്ചു. സൊസൈറ്റിക്ക് ഈ നാമത്തിലുള്ള സൊസൈറ്റിക്ക് തീർച്ചയായിട്ടും ആ രീതിയിൽ ഭരണഘടനാ പഠനവും പ്രചരണവും ഒക്കെ അംബേദ്കർ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുക്കണമെന്നാണ് ഈ കാലയളവിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സാഹിത്യകാരന്മാരായ ഇടപ്പിള്ളി രാഘവൻ പിള്ളയുടെയും പി കേശവദേവിന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. ശിവശങ്കരൻ, സഹൃദയ കോളേജ് മലയാള വിഭാഗം അധ്യാപിക പി വി സൂര്യ എന്നിവർ ക്ലാസ് നയിച്ചു. ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ, പി മണികണ്ഠൻ, ശരത് സി രമേശ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വായനക്കാർ എന്നിവർ പങ്കെടുത്തു. അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്? അങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ. നമ്മളൊരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് കടന്നു വരുന്നു. അവിടുത്തെ പുസ്തകങ്ങളെ കുറിച്ച്, എഴുത്തുകാരെ കുറിച്ച്, നമ്മളെക്കാൾ എത്രയോ മുൻപ് കടന്നു പോയവരെ കുറിച്ച്. കൃതിയും സിനിമയും ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തിനാ വായിക്കുന്നത്? എന്തിനാ അറിവുണ്ടാവണേ? അറിവ് വളരണത് എന്തിനാ? മറ്റത്തൂർ മൂലംകുടം പാർവണം ട്രസ്റ്റിന്റെ വായനാ പക്ഷാചരണവും അനുമോദന സദസ്സും എഴുത്തുകാരൻ ഇ ഡി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് പി ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SSLC +2 LSS USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പി കെ അജയകുമാർ, ട്രസ്റ്റ് സെക്രട്ടറി പി എസ് അഭിലാഷ്, പി ആർ ശാരിക, സി എസ് അനീഷ്, രാജി അഭിലാഷ്, പ്രഭ ശ്രീഖനൻ എന്നിവർ പ്രസംഗിച്ചു. വായനശാലകളോട് ചോദിച്ചപ്പോൾ, അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളിൽ വിൽപ്പനയുള്ള പുസ്തകങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ചെലവാകുന്ന പുസ്തകങ്ങൾ ഇപ്പോൾ യാത്രാ വിവരണങ്ങളാണ്. എങ്ങനെ ഹിമാലയത്തിൽ യാത്രാ വിവരണം, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക്. BMS പുതുക്കാട് മേഖലയിലെ വിവിധ യൂണിയനുകളുടെ യോഗം പറപ്പൂക്കര മുളങ്ങിൽ നടത്തി. ജില്ലാ അധ്യക്ഷൻ KV വിനോദ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടൻ, മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയടത്ത്, കൃഷ്ണദാസ്, KR ലക്ഷ്മി, KK മഞ്ജു, മിനി നന്ദൻ, സനിത അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. കുരേച്ചാൽ ശ്രീ ദുർഗ കിരാതപാർവതി ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങളുടെ വാർഷിക പൊതുയോഗം നടത്തി. പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത അധ്യക്ഷനായി. സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, രമേശ് പാമേക്കാടൻ, കിരൺ കളപ്പുരയ്ക്കൽ, ജയൻ തുരുത്തുമ്മേൽ എന്നിവർ പ്രസംഗിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെ യോഗത്തിൽ അനുമോദിച്ചു. കൊച്ചുണ്ണി കർത്ത കാഞ്ഞിരപ്പറമ്പ് മഠത്തെ പ്രസിഡന്റായും, സുരേഷ് കടുപ്പശ്ശേരിക്കാരനെ സെക്രട്ടറിയായും, ഷനോജ് വേട്ടിയാട്ടിലിനെ ട്രഷററായും, സുധീഷ് പ്രഭാകരനെ വൈസ് പ്രസിഡന്റായും, ബാബു കൗങ്ങമ്പിള്ളി ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപികയുടെ ചുമതലയുള്ള KG ഗീത, PTA പ്രസിഡന്റ് മഞ്ജു സജി, MPTA പ്രസിഡന്റ് ജിസി ടിറ്റൻ, കരാട്ടെ പരിശീലകൻ KK രാജൻ, രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. എല്ലാവരെയും അങ്ങനെ അടിക്കുന്നതല്ല പറയുന്നത്. അല്ലെങ്കിൽ കരാട്ടെ പഠിക്കാന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരെ ഇടിച്ചിടാനോ അല്ലെങ്കിൽ കായികമായി ജയിക്കാനോ ഉള്ളൊരു മാർഗം മാത്രമല്ല. വെള്ളിക്കുളങ്ങര വില്ലേജിൽ നിന്നും വിരമിച്ച സുഭാഷ് മൂന്നുമുറിക്ക് മറ്റത്തൂർ പഞ്ചായത്തുതല ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ PG ബിന്ദു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രദീപ് ചൂരക്കാടൻ ഷാൾ അണിയിച്ചു. ബിന്ദു സത്യൻ, VV ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൽ ജൂലൈ 4 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ ശക്തിയുള്ള മഴയുടെ സാഹചര്യത്തെയാണ്
ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് കെൽട്രോൺ നടത്തുന്ന ഒരു വർഷത്തെ മാധ്യമ പഠന ബിരുദാനന്തര ബിരുദ ഡിപ്ലോമയുടെ 2024-25 ബാച്ചിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. പ്രിന്റ്, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ ജേർണലിസം, ഡാറ്റ ജേർണലിസം, ആങ്കറിംഗ്, ന്യൂസ് ക്യാമറ, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിൽ പരിശീലനം ലഭിക്കും. ഉയർന്ന പ്രായപരിധി 30 വയസ്സ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. ജൂലൈ 10 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0452230172 9544958182. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കൌൺസിലർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത സൈക്കോളജി, കൌൺസിലിംഗ്, സോഷ്യൽ വർക്ക് എന്നിവയിൽ ഏതെങ്കിലുമുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൌൺസിലറായി 3 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂലൈ 4 രാവിലെ 10 അഭിമുഖത്തിന് ഹാജരാവുക. ഫോൺ നമ്പർ 0484254484. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പുതുക്കാട് കുറുമാലി കോമത്തുകാട്ടിൽ പരേതനായ സിദ്ധാർത്ഥൻ ഭാര്യ സുനന്ദാബായി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സൈന, സാനു എന്നിവർ മക്കളും ഷാജി, അനുപമ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ നായരങ്ങാടി പുത്തുക്കാരൻ പരേതനായ ഗംഗാധരൻ ഭാര്യ കോമളം അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പറപ്പൂക്കര മുത്രത്തിക്കര തറയിൽ രാമകൃഷ്ണൻ മകൻ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മാലതിയാണ് മാതാവ്. സീമ ഭാര്യയും ഐശ്വര്യ, ആർദ്ര എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലേക്കര ടോൾ പ്ലാസയിൽ തദ്ദേശവാസികൾക്ക് അനുവദിച്ചിരുന്ന സൗജന്യ പാസിന്റെ കാലാവധി നീട്ടി. 1 വർഷമാണ് പുതിയ കാലാവധി. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വിലയിൽ കുറവ്. 19 കിലോ സിലിണ്ടറിന് 31 രൂപയാണ് കുറഞ്ഞത്. ഡയാലിസിസ് സൗകര്യങ്ങളില്ലാത്ത വിദൂര ദുർഘട പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ മറ്റത്തൂർ മേഖലാ കൺവെൻഷൻ നടന്നു. AIKS പുതുക്കാട് മണ്ഡലം സെക്രട്ടറി TN മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.